ബീഹാറിലെ വോട്ടെണ്ണലിൽ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. ഇനി 15 മിനിറ്റകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. എന്താണ് ബീഹാറിൽ നടക്കുന്നത്, അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. ഡി ധനസ് മോദി ചേരുകയാണ് ഞങ്ങളോടൊപ്പം. സുമോദ്, ഈ വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, ഈ മണിക്കൂറുകളിൽ ബീഹാറിൽ എന്തൊക്കെയാണ് നടന്നത്? ഈ ഒരു കൗണ്ടിംഗ് സ്റ്റേഷനിൽ അർദ്ധരാത്രി 2 മണിക്ക് ഒരു ലോറിയിൽ ട്രക്കിൽ EVM കയറ്റി വരുന്നത് ജനങ്ങൾ തടയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൽ വല്ല നടപടിയും ഉണ്ടായോ? അതേക്കുറിച്ച് RJD എന്താണ് പറയുന്നത്? അവരുടെ ആരോപണം എന്താണ്? ഈ തുടക്കത്തിൽ തന്നെ RJD വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഏത് നിമിഷവും ഒരു കണ്ണൊന്ന് തെറ്റിയാൽ ഒരു അട്ടിമറി നടക്കും എന്നുള്ള ഒരു കരുതൽ തന്നെ അവർക്കുണ്ടായിരുന്നു. കാര്യം VVPAT സ്ലിപ്പുകൾ ആദ്യ ദിവസം തന്നെ റോഡിൽ കണ്ടെത്തിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് RJD പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ആസൂത്രണമായ ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കേസ് വന്നു കഴിയുമ്പോൾ ഇത് ആദ്യം ചോദിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്. അവരുടെ ഒരു ഉത്തരം കേട്ടതിന് ശേഷം ഈ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യം അങ്ങനെയല്ല. പ്രതിസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പല കാര്യങ്ങളും ഒരു നിയമത്തിനു മാത്രമല്ല യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് എത്ര പേരെയാണ് നിങ്ങൾ വെട്ടിമാറ്റിയത് എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പലതവണ ചോദിച്ചു. ആ ലിസ്റ്റ് ഇതുവരെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടില്ല. ഓരോ തവണ വേറെ പല കാര്യങ്ങൾ പറഞ്ഞ് കേസ് മാറ്റിവെപ്പിക്കാനുള്ള ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയുള്ള ഒരു മാറ്റിവെപ്പിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സത്യസന്ധത അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടത്തോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി അവർ പ്രതിപക്ഷം പരാതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നത്. കാര്യം അവിടെ അച്ചടിച്ച് വെച്ച ചില മുൻകൂട്ടി തയ്യാറാക്കിയ ചില മറുപടികൾക്ക് അപ്പുറത്തേക്ക് ഒന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ അറിഞ്ഞത്. ഇത് ഈ പലപ്പോഴും CCTVകൾ ദൃശ്യങ്ങൾ കാണാതെ പോകുന്നു. ആ ദൃശ്യങ്ങൾ കാണിക്കുന്ന ആ ഒരു ബോക്സിൽ ഇല്ലാതെ പോകുന്നു. ഈ വോട്ടർ പട്ടികയിലേക്ക് തന്നെ തിരിമറി നടത്തുന്നു. ചില മേഖലകളിൽ വോട്ട് മാറ്റിയിരിക്കുന്നത് നമ്മൾ പല മേഖലകളിലും പോയപ്പോൾ സന്ദർശിച്ചപ്പോൾ കണ്ടതാണ്. പല ബൂത്തുകളിൽ നിന്നും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 5 പേരെങ്കിലും വോട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ പേരുകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് യാദവ്, പാസ്വാൻ, മണ്ഡൽ തുടങ്ങിയ ആൾക്കാരാണ് ഇവരുടെ ഒരു സെക്കൻഡ് നെയിം. അതായത് കൃത്യമായ ഒരു വോട്ട് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ഒരു മിശ്രയുടെയും ശുക്ലയുടെയും ഒന്നും വോട്ട് അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു മേൽജാതിയിൽപ്പെട്ട ഹിന്ദുക്കളുടെ ആരുടെയും വോട്ട് ഒഴിവാക്കിയതായി നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ന്യൂനപക്ഷ വിഭാഗം, ദളിത്, മഹാദളിത് വിഭാഗങ്ങളിലെ വോട്ടുകളാണ് അവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വോട്ട് എണ്ണം കൂടിയതും ആൾക്കാർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്തിയതും കൊണ്ട് ഈ വോട്ടുകൾ കാണാതെ പോകുന്ന വോട്ടുകളെ അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാധാരണ നിയമസഭ കേരളത്തിലെ ഒരു മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 152, 180 തുടങ്ങിയ ലെവലിലൊക്കെ ആയിരിക്കും ബൂത്തുകളുടെ എണ്ണം. പക്ഷേ ബീഹാറിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ 365, 368 തുടങ്ങിയ ബൂത്തുകളാണുള്ളത്. അപ്പോൾ ഒരു ബൂത്തിൽ നിന്നും ഒരാളെ ഒന്ന് റദ്ദാക്കിയാൽ അല്ലെ ഒരാളുടെ വോട്ടവകാശം നിഷേധിച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ മാറി മറിയും. കാരണം പല ആൾക്കാരും കഷ്ടിച്ചാണ് JDU സ്ഥാനാർത്ഥികൾ കടന്നുകൂടിയത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥികൾ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. 5000 താഴെ വോട്ടിന് മാത്രം, ഒരു 3000 താഴെ വോട്ടിന് മാത്രം 18,000 സീറ്റുകളാണ് മാറി പറഞ്ഞത്. 12 വോട്ടിനാണ് ഒരു സീറ്റ് ജയിച്ചത്. 412 വോട്ടിന് 465 വോട്ടിനാണ് മറ്റൊരു സീറ്റ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വളരെ ഒരു നമ്മളൊരു കത്തി കൊണ്ട് മുറിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് അവിടെ ഒരു വോട്ടിംഗ് ശതമാനം വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള അട്ടിമറി ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക RJDക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് ഈ വോട്ട് എണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിൽ, ഈ സ്ട്രോങ് റൂമിന് മുമ്പിൽ RJD പ്രവർത്തകർ തടിച്ചു കൂടുകയാണ്. കാര്യം അവർ സ്വയം കരുതുന്നത് അവർ ഇതിന് കാവൽ നിൽക്കുന്നു എന്നാണ്. കാര്യം നേരത്തെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഇവിടെ രണ്ട് തവണ മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി
അവസാനിച്ചുവെങ്കിലും നിങ്ങളുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. വോട്ടെടുപ്പ് അവസാനിച്ചെങ്കിലും പോരാട്ടം അവസാനിക്കുന്നില്ല. പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നിങ്ങൾ കാവൽ നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അവർ ഊഴമിട്ട് അവർ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ എന്ന വ്യവസ്ഥയിൽ തന്നെ പല ആൾക്കാരും വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ ഈ ബാലറ്റ് പെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഈ കേന്ദ്രങ്ങളുടെ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളുടെ ചുറ്റും വെളിച്ചവുമായി അവർ കാവൽ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ വലിയ ജാഗ്രത വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ ബീഹാറിൽ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബീഹാറിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഇപ്പോഴും നൂറുകണക്കിന് പേരാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എവിടെയോ ഒരു അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും RJD പ്രവർത്തകർ